നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവേശത്തിൽ മുന്നണികൾ. ഇതിൽ വിജയം ആർക്കെന്നും അതിൽ ആരൊക്കെയാകും മന്ത്രിമാരാകുന്നതെന്ന ആകാംക്ഷ ജനങ്ങൾക്കുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ഒരു മന്ത്രിക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം വാനോളമുയർത്തി കേരളത്തിൽ മുന്നണികളുടെ പ്രചാരണം നടക്കുകയാണ്. മൂന്നാം തവണയും പിണറായി സർക്കാർ എത്തുമോ, എന്നാൽ UDF സർക്കാർ എത്തുമോ, NDA എത്രത്തോളം അക്കൗണ്ട് തുറക്കുമെന്ന ആകാംക്ഷയൊക്കെയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം. കേരളത്തിലെ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ നിന്ന് MLA മാർ ജയിച്ച നിയമസഭയിലെത്തുമ്പോൾ അതിന്റെ ആവേശവും ആരവുമെല്ലാം പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാവരും. എന്നാൽ ഇവരിൽ ആരൊക്കെയാകും മന്ത്രിമാരാകുന്നത് എന്നതിൽ ഇപ്പോഴും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? 2018 മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പുതുക്കിയിരിക്കുന്നത്. 35% വരെ വർധനവാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ ശുപാർശ ചെയ്ത് മാറ്റിയത്. 2018 MLA മാരുടെ ശമ്പളം, മണ്ഡലം അലവൻസ്, ടെലിഫോൺ അലവൻസ്, യാത്രാഭത്ത തുടങ്ങിയവയെല്ലാം കൂടി പരിഗണിച്ചാൽ 39,500 രൂപയിൽ നിന്ന് 70,000 രൂപയാക്കി ഉയർത്തിയിരുന്നു. അതായത് മന്ത്രിമാരുടെ ശമ്പളം 55,012 നിന്ന് 97,429 രൂപയാക്കി ഉയർത്തി. ഇതുകൂടാതെ മന്ത്രിമാർക്ക് ശമ്പളത്തിനു പുറമെ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പരിധിയില്ലാതെ യാത്രാഭത്ത ലഭിക്കും. മന്ത്രിമാർക്ക് വാഹനവും വസതിയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തിന് പുറത്ത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസുകളിൽ താമസിക്കാനും മന്ത്രിമാർക്ക് സൗകര്യമുണ്ട്. മന്ത്രിമാർക്കും നിയമസഭാംഗങ്ങൾക്കും വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനും പലിശ രഹിത വായ്പയാണ് ലഭിക്കുക. കൂടാതെ രോഗം വന്നാൽ വിദേശത്തുൾപ്പെടെ ചികിത്സിക്കുന്നതിനുള്ള ചെലവും സർക്കാർ വഹിക്കുമെന്ന് ഓർക്കണം. ഇതിനു പരിധിയില്ല. മന്ത്രിക്ക് മാത്രമല്ല, ജീവിത പങ്കാളിക്കും ചികിത്സാ ചെലവ് ലഭിക്കും. കൂടാതെ മുൻ നിയമസഭാംഗങ്ങൾക്കും ഈ ചികിത്സാ ചെലവിന് അർഹതയുണ്ട്. ഇനി കാലാവധി കഴിഞ്ഞ നിയമസഭാംഗങ്ങൾക്ക് പെൻഷൻ ലഭിക്കുമെന്നതും മറ്റൊരു കാര്യമാണ്. മന്ത്രിമാർക്ക് ഇപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെക്കാൾ ശമ്പളം കുറവാണെന്ന കാര്യവും സർക്കാർ വൃത്തങ്ങൾ ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്നാൽ MLA മാരുടെ കണക്കുകളും കൃത്യമാണ്. ലക്ഷങ്ങളുടെ ശമ്പളമുണ്ടെന്ന തെറ്റിദ്ധാരണയാണ് പലപ്പോഴുമുള്ളത്. കേരളത്തിൽ മന്ത്രിമാരോ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലാതെ ഒരു സാധാരണ MLA-ക്ക് ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. കാരണം 2,000 രൂപ മാത്രമാണ് ഇവരുടെ അടിസ്ഥാന ശമ്പളം. ബാക്കി അലവൻസുകളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു മാസം ലഭിക്കുന്ന ആകെ തുക ഏകദേശം 70,000 രൂപയാകുന്നത്. അടിസ്ഥാന ശമ്പളം 2,000 രൂപയാണ്. 25,000 രൂപ മണ്ഡലത്തിലെ ഓഫീസ് നടത്തിപ്പിനും ജനങ്ങളെ കാണുന്നതിനും മറ്റുമുള്ള ചെലവുകളാണ്. യാത്രാ അലവൻസ് കുറഞ്ഞത് 20,000 രൂപയാണ്. ഫോൺ അലവൻസ് 11,000 രൂപയും പത്രം, പുസ്തകങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിന് 4,000 രൂപയും കിട്ടും. അതിഥികൾക്കുള്ള സൽക്കാരം ഉൾപ്പെടെയുള്ള മറ്റ് ഔദ്യോഗിക ചെലവുകൾക്ക് 8,000 രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. അങ്ങനെ 70,000 രൂപയാണ് MLA-ക്ക് കണക്കാക്കുന്നത്. 1,85,000 രൂപയാണ് കേരള മുഖ്യമന്ത്രിക്ക് ലഭിക്കുക. ഇതിൽ MLA അലവൻസ് അടക്കം ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളം ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.